ഒബാമ ഇറാൻ ആക്രമിക്കും, അയാൾ അത്രമേൽ നിരാശനാണ്. 2012 ഡൊണാൾഡ് ട്രംപ് കുറിച്ച ഈ വാക്കുകൾ ഇപ്പോൾ ട്രംപിന് നേരെ തന്നെ തിരിച്ചു വിട്ടിരിക്കുകയാണ് ഇറാൻ. ഇസ്രായേലിനും അമേരിക്കയ്ക്കും കടുത്ത മുന്നറിയിപ്പുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അമേരിക്കൻ പ്രസിഡന്റിനെയും ഇസ്രായേൽ പ്രധാനമന്ത്രിയെയും കടന്നാക്രമിച്ചുകൊണ്ടാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റ്. ട്രംപും നെതന്യാഹുവും ചേർന്ന് ഇറാനെതിരെ നടത്തുന്നത് തികച്ചും പ്രകോപനപരവും നിയമവിരുദ്ധവുമായ യുദ്ധമാണെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഈ പോരാട്ടത്തിൽ ഇറാന്റെ സായുധ സേന പൂർണ്ണ സജ്ജമാണെന്നും രാജ്യാന്തര നിയമങ്ങൾ ലംഘിക്കുന്ന അക്രമകാരികൾക്ക് അർഹിക്കുന്ന പാഠം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്റെ ആരോപണങ്ങൾക്ക് ആക്കം കൂട്ടാൻ 2012 ട്രംപ് പങ്കുവച്ച ഒരു പഴയ ട്വീറ്റിന്റെ സ്ക്രീൻഷോട്ടും അദ്ദേഹം ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. അന്ന് ഒബാമയെ വിമർശിക്കാൻ ട്രംപ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഒബാമയുടെ വോട്ടെടുപ്പ് കണക്കുകൾ ഇപ്പോൾ വളരെ മോശമാണ്. അദ്ദേഹം ലിബിയയിലോ ഇറാനിലോ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക, അദ്ദേഹം അത്രമേൽ നിരാശനാണ്. അന്ന് ഒബാമയെ പരിഹസിക്കാൻ ട്രംപ് ഉപയോഗിച്ച ഇതേ നിരാശ ഇന്ന് ട്രംപിനും ബാധകമാണ് എന്നാണ് ഇറാൻ ഇതിലൂടെ പറയാതെ പറയുന്നത്. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി യുദ്ധം തെരഞ്ഞെടുക്കുന്ന രീതിയെയാണ് ഇറാൻ ഇവിടെ പരിഹസിക്കുന്നത്. ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇറാന്റെ സേന പൂർണ്ണ സജ്ജമാണെന്ന് ആവർത്തിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനത്തോടു കൂടിയാണ് വിദേശകാര്യമന്ത്രിയുടെ സന്ദേശം അവസാനിക്കുന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷം പുകയുന്നതിനിടെ ഇറാന്റെ ഈ നീക്കം വലിയ ചർച്ചകളിലേക്കാണ് വഴി തുറന്നിരിക്കുന്നത്.